യോഗത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ കൊട്ടാരക്കര സെൻറ് ഗ്രിഗോറിയസ് കോളേജിൻ്റെ അലുമിനിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ജോൺസൺ ബേബി അവർ, ശ്രീ സെക്രട്ടറി ശ്രീ ജസ്റ്റിൻ ജെയിംസ്, പ്രിയപ്പെട്ട അക്കാഫിൻ്റെ പ്രസിഡന്റ് ശ്രീ പോൾ ടി ജോസഫ്, അക്കാഫിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഷൈൻ, ശ്രീ മോഹനൻ പിള്ളൈ, നമ്മളെല്ലാം സ്നേഹത്തോടെ ഇഷ്ടപ്പെടുന്ന ബഹുമാനായ MGM ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോവനാൻ സാർ, ഇവിടെയുള്ള എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാനും നിങ്ങളും ജനിച്ചതും പഠിച്ചതും എല്ലാം കൊട്ടാരക്കരയുടെ മണ്ണിലാണ്. ഞാൻ കോളേജിൽ പഠിച്ചത് സെൻറ് ഗ്രിഗോറിയസ് കോളേജിലല്ല, തിരുവനന്തപുരത്താണെങ്കിലും കൊട്ടാരക്കര കോളേജ് ആ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയതാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു കൊട്ടാരക്കരക്കാരനെ കണ്ടാൽ ഒരു 99% ആളുകളും സെൻറ് ഗ്രിഗോറിയസിൽ പഠിച്ചതാണ്. പരിചയപ്പെടുമ്പോൾ പറയാറുണ്ട്. പക്ഷേ ഈ കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർത്തഡോക്സ് സഭയുടെ അധിപനായിരുന്ന കുർലോസ് തിരുമേനിയാണ് ഓർക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ കോളേജിൻ്റെ തുടക്കകാലത്ത് ഈ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊല്ലത്ത് രൂപതാധ്യക്ഷനായിരുന്ന അദ്ദേഹമാണ് നോക്കിയിരുന്നത്. അന്ന് അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ, അദ്ദേഹം പറയും എൻ്റെ സഹോദരനാണ് ബാലകൃഷ്ണപിള്ള എന്ന് പറയുവാൻ. ഈ കോളേജിൻ്റെ എല്ലാ തുടക്കത്തിലുള്ള വളർച്ചയ്ക്കും പുതിയ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നതും എല്ലാം നിർബന്ധപൂർവ്വം അച്ഛൻ ഒരു ചുമതല പോലെ നോക്കിയൊരു കോളേജാണ്. കാരണം ഈ കോളേജിൻ്റെ സ്ഥാപകരിൽ ഒരാൾ അതിൻ്റെ വളർച്ചയുടെ പടവുകളിൽ കൈപിടിച്ചുയർത്തിയാണെന്നുള്ളതിൽ എൻ്റെ പിതാവ് ഈ കോളേജുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. അത് തിരുമേനിയുമായിട്ടുള്ളൊരു ആത്മബന്ധം. പിന്നെ കൊട്ടാരക്കരയുടെ മണ്ണിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളതാണ്. നമുക്ക് വേറെ കോളേജുകളൊന്നുമില്ല, അന്നും ഇന്നും കൊട്ടാരക്കരയിൽ വേറെ കോളേജില്ല. അപ്പോൾ ഈ കോളേജാണ് നമ്മൾ ആശ്രയിച്ചിരുന്നതും ഏറ്റവും മികച്ച അധ്യാപകരെ കൊണ്ടും അധ്യാപികമാരെ കൊണ്ടും സമ്പന്നമായിരുന്ന ഒരു കോളേജാണ്. പല സ്ഥലത്ത് ചെല്ലുമ്പോൾ കോളേജിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ, അവിടെ നിന്ന് വിരമിച്ചവർ, അവരും അവരുടെ തലമുറയിൽപ്പെട്ടവരും നമുക്ക് അഭിമാനം തരുന്ന തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. കോളേജിൻ്റെ പലരുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അവിടെയാണ്. പൊതു രംഗത്തുള്ള ജീവിത പരിചയം, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയും നേരിടാനുള്ള കഴിവും സാഹസികതയും ഒക്കെ ആർജിക്കാൻ കഴിഞ്ഞത് ആ കോളേജിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. കോളേജുകളിലെ അലുമിനി, ഞാൻ അക്കാഫിൻ്റെ പരിപാടിയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഈ കോളേജിൻ്റെ അലുമിനി യോഗങ്ങൾ എന്ന് പറയുന്നത് വളരെ രസകരമായ അനുഭവമാണ്. കാരണം നമ്മൾ ക്ലാസ്മേറ്റ് എന്നൊരു സിനിമ ഉണ്ടല്ലോ, ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ. ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. പക്ഷേ ആദ്യമായി പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നിച്ചു ചേരുന്ന ഒരു കഥ പറയുന്ന സിനിമയാണ്. അതൊരു നല്ല കഥയുണ്ട് എന്നതിനപ്പുറത്തേക്ക് പഴയ സുഹൃത്തുക്കൾ, പഠിക്കുന്ന കാലത്തെ മിത്രങ്ങളും ശത്രുക്കളും എല്ലാം ഒത്തുകൂടി ഇപ്പോൾ സുഹൃത്തുക്കളായി. അന്ന് പല കാര്യത്തിൽ പിണങ്ങിയിട്ടൊക്കെ പോയവരുണ്ട്. കോളേജ് അവസാനിക്കുമ്പോഴത്തേക്കും ചില പിണക്കങ്ങളിലും പരിഭവങ്ങളിലും ഒക്കെ, അതൊന്നും വൈരാഗ്യമുള്ള പിണക്കമൊന്നുമല്ല, ചില പരിഭവങ്ങളും പിണക്കമൊക്കെ ആയിട്ട് ഉടങ്ങിപ്പോയ ആളുകളുണ്ട്. അവരൊക്കെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഓരോരുത്തരും ഓരോ നിലയിലെത്തിയതിന് ശേഷം മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയവർ വരെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് സ്നേഹിക്കാനുള്ളൊരു മനസ്സ്. അപ്പോൾ ഈ പിണക്കം മറന്ന് സ്നേഹിക്കുമ്പോൾ കൂടുതൽ സ്നേഹമായി. ഈ പണ്ട് പിണങ്ങിയിരുന്നവർ വീണ്ടും ഈ അലുമിനി യോഗങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും ഒന്നിക്കും ഭയങ്കരമായ സ്നേഹമാണ്. അത്രയും കാലം പരിഭവം മനസ്സിൽ കൊണ്ടു നടന്നല്ലോ എന്ന വിഷമത്തോടെ ഒന്നിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് വളരെ വലിയൊരു കൂട്ടായ്മ. നമ്മൾ ഈ കോളേജുകളിലെ അലുമിനി എന്നൊരു ആശയം ഉണ്ടായിട്ടുള്ള അധികം നാളായില്ല. അത് വളർത്തിയെടുത്ത ഒരു സൗഹൃദമുണ്ട്. അവരവർ ചെയ്യുന്ന ജോലിയിൽ, അവരുടെ ബിസിനസ്സുകളിൽ, അവരുടെ ജോലിയിലൊക്കെ പരസ്പരം സഹായിക്കാനും പരസ്പരം ഈ ഒരു പരിചയം ബന്ധവും. അക്കാഫിൻ്റെ ഒപ്പം 93 സംഘടന, 93 കോളേജുകളുടെ സംഘടനകളുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ശ്രീ പോൾ പറഞ്ഞത്. വളരെ നല്ല കാര്യമാണ്. കാരണം ഈ 93 കോളേജ് കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കോളേജുകളുടെ സൗഹൃദ കൂട്ടായ്മ, പല വർഷങ്ങളിൽ പഠിച്ചവരുടെ ഒരു സൗഹൃദ കൂട്ടായ്മ, ആ കൂട്ടായ്മ ശക്തിയാണ്. അതൊരു ഒത്തുചേരുമ്പോഴുള്ളൊരു പരിചയപ്പെടൽ വലിയൊരു ശക്തിയാണ്. അതിലൂടെ ഉണ്ടാകുന്ന പഴയ ബന്ധങ്ങളുടെ പുതുക്കലും പുതിയ ബന്ധങ്ങളുടെ തുടക്കവും വലിയൊരു അസറ്റാണ് നമ്മളെ ജീവിതത്തിൽ. സ്നേഹബന്ധമാണ് ലോകത്തെ ഏറ്റവും വലുത്. ആ സ്നേഹത്തെ പണം കൊടുത്താൽ കിട്ടാത്തതും നികുതി കൊടുക്കേണ്ടാത്ത ഒരു സാധനം ലോകത്തുള്ളത് സ്നേഹമാണ്. പലപ്പോഴും അതിൻ്റെ വില പലർക്കും അറിയത്തില്ല. പലരും സ്ഥാനമാനങ്ങളുടെയും പണത്തിൻ്റെയും വിലയാണ് അറിയുന്നത്. ഈ സ്ഥാനമാനങ്ങളും പണമെല്ലാം ഇല്ലാത്തപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്നേഹം എവിടെ നിന്നെങ്കിലും നമുക്ക് ലഭിച്ചാൽ ആ സ്നേഹമാണ് ലോകത്തെ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ
പ്രശസ്തിയോ പണമോ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിൽ വരുമാനം നല്ല സ്വത്തുള്ള വീട്ടിൽ ജനിച്ച ആളാണ്. പണം മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്, അത് വേണം. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്തി. 19 വയസ്സിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ലോകത്ത് എവിടെയുള്ള മലയാളികളുടെ മുമ്പിലും ഒരു നടനെന്ന നിലയിൽ ഞാൻ സ്നേഹത്തോടെ അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് കിട്ടിയത് ഒരു പൊതുപ്രവർത്തനമായി 2001 ഞാൻ രംഗത്ത് വന്നതിന് ശേഷം എനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പത്തനാപുരത്തെ ജനങ്ങളിൽ നിന്ന് ലഭിച്ച ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആത്മാർത്ഥമായൊരു സ്നേഹമാണ് എന്നെ 5 തെരഞ്ഞെടുപ്പുകളിലൂടെ 25 വർഷം കേരളത്തിൻ്റെ നിയമസഭയിൽ എത്തിച്ചതെന്ന് ഞാൻ അഭിമാനത്തോടുകൂടി. എന്നോട് പലരും ചോദിക്കാറുണ്ട്, അടുത്ത ഇലക്ഷൻ വരെയല്ലേ? എനിക്കൊരാശങ്കയില്ല. ഞാൻ നിൽക്കുമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ. ഞാൻ നിൽക്കാതിരുന്നാലേ ഉള്ളൂ. ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുന്ന സ്നേഹമുണ്ട്. അല്ലാതെ എൻ്റെ രാഷ്ട്രീയമല്ല, എൻ്റെ ശക്തിയല്ല, എൻ്റെ പ്രതിഭയല്ല, ഒന്നുമല്ല. എന്നോട് മനസ്സിൽ സൂക്ഷിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിക്കും മതത്തിനും അതീതമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിനാണ് ഞാൻ ഏറ്റവും മൂല്യം കൊടുക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത് സമീപിച്ച ഒരാളോടും ഞാൻ അവരുടെ രാഷ്ട്രീയം ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളേത് ജാതിയാണെന്ന് ചോദിച്ചിട്ടില്ല, ഏത് മതമാണെന്ന് ചോദിച്ചിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ആ നിമിഷം ഞാൻ ചെയ്യും. പറ്റത്തില്ലെന്ന് പറയും. പറ്റുന്ന കാര്യമാണെങ്കിൽ ആ നിമിഷം മുതൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു AI പ്രവർത്തനമാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് എവിടെയാണ് ആ ആൾ പറഞ്ഞ കാര്യം? അവർ വിചാരിക്കും ഞാനിത് മറന്നുപോയി. പക്ഷേ ഈ ആൾ പറഞ്ഞ കാര്യം എവിടെ വെച്ചാണ് സാധിക്കാൻ പറ്റും? ഒരാളെന്ന് പറയാം, എൻ്റെ മകനൊരു ജോലി വേണം, എൻ്റെ മകൾക്കൊരു ജോലി വേണം, സാറേ ഇന്നതാണ് പഠിച്ചത്. ഞാൻ എടുത്തു കൊടുക്കാൻ എൻ്റെ ജോലിയില്ല, പക്ഷേ ഞാൻ അത് മനസ്സിലിട്ടേക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കൊരു ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ആ നിമിഷം എൻ്റെ മനസ്സിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിച്ചിട്ട് മറ്റേ ബയോഡാറ്റ ഈ മേളിൽ വരും. ഈ പറഞ്ഞ എൻ്റെ ബയോഡാറ്റ ആ സമയത്ത് അതെനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമായിട്ട് കാണാം. പലപ്പോഴും നമ്മൾ വിചാരിക്കും മറന്നുപോയി എന്ന് വിചാരിക്കും. ഞാൻ മറന്നിട്ടില്ല. ഒന്നും മറക്കാൻ കഴിയില്ലെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിലുള്ള ഒരു ഡേറ്റ പോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മളെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കും, പെട്ടെന്ന് കാണാം. ഇന്ന് എന്നൊക്കെ ഡെസ്ക്ടോപ്പിൽ കിടപ്പുണ്ട്, രാവിലെ തുറക്കുമ്പോഴേ കാണാം. പക്ഷേ അതിലുള്ളതൊന്നും മാഞ്ഞു പോയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാത്തതൊന്നുമില്ല. ആൾ പറയില്ല ഞാൻ മറന്നുപോയി, അതൊരു മണ്ടത്തിൽ. അങ്ങനെ മറന്നു പോവില്ല. നമ്മൾക്ക് വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് അതങ്ങ് ഹാർഡ് ഡിസ്കിനകത്ത് കിടക്കുകയാണ്. പക്ഷേ നമ്മൾ ആ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ ആവശ്യമുള്ളതിനെ ഏത് സമയത്തും സെർച്ച് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സെർച്ച് എഞ്ചിനാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ സെർച്ച് ചെയ്തെടുക്കൂ. അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക എവിടെ കിടക്കുന്നതായിരിക്കും, എവിടെ കിടന്ന് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഒരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെയുണ്ടെന്ന് ആരാലോചിക്കുന്നു. പക്ഷേ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മളത് സെർച്ച് ചെയ്ത് നോക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൊബൈലിൽ കിടക്കുന്ന ഫോട്ടോകൾ ചിലപ്പോൾ മായ്ച്ചു നോക്കാറുണ്ട്. പഴയ ഫോട്ടോകൾ ഇങ്ങനെ എടുക്കും. അതിങ്ങനെ എടുത്തിട്ട് പഴയ ഓർമ്മകൾ, അയ്യോ നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ അവരെ കൂടെ എടുത്ത ഫോട്ടോ, അയ്യോ അവരെ കണ്ടിട്ട് ഒരുപാട്. സാധാരണ നമ്മൾ ആൾ മരിക്കുമ്പോഴാണ് അയ്യോ മറ്റേ ആൾ മരിച്ചല്ല, ഞാനും നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നോക്കും. അങ്ങനെ മരിക്കുമ്പോഴാണ് സാറിന് നോക്കുന്നത്, അങ്ങനെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തായിരുന്നല്ലോ അന്ന്. അപ്പം അതുകൊണ്ട് മരിക്കാൻ കാത്തു നിൽക്കേണ്ട, വല്ലപ്പോഴും ഒന്ന് മറിച്ച് നോക്കുന്നത് നല്ലതാണ്. അത്തരം ഒരു ഓർമ്മയാണ് അലുമിനിയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. നമ്മൾ മരിക്കുമ്പോൾ അയ്യോ മരിച്ചു എന്നാൽ ഒരു ഫോട്ടോ, അപ്പോഴൊരു അനുശോചനമൊക്കെ വരും. അത് ഇങ്ങനെ ഫേസ്ബുക്കിൽ വരുമ്പം അത് കണ്ടിട്ട് അതിനടിയിൽ 2 കണ്ണുനീരൊക്കെ വീഴുന്ന രണ്ട് മോജിയൊക്കെ പിടിപ്പിച്ചിട്ട് അതല്ല സ്നേഹം. നമ്മളെ മനസ്സിൽ എപ്പോഴും നമ്മൾ സ്നേഹിക്കേണ്ടവരെ കാണേണ്ടവരെ കണ്ടുകൊണ്ടേയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കഴിയുന്നവ എല്ലാവരുടെയും ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ 10,000-ഓളം മൊബൈൽ നമ്പറുണ്ട്. അതിൽ എന്നോടൊപ്പം സിനിമയിൽ അഭിനയിച്ച പലരുടെയും നമ്പറുണ്ട്. അവരിൽ പലരും മരിച്ചുപോയവരാണ്. ഉദാഹരണത്തിന് കൊച്ചിൻ ഹനീഫ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, എൻ്റെ ഒരു സഹോദരനെ പോലെ സ്നേഹം. അദ്ദേഹം മരിച്ചുപോയതിനു ശേഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ സൂക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആരുടെയും മാച്ച് കളഞ്ഞിട്ടില്ല. ഈ മരിച്ചുപോയ ആരുടെയും ഫോൺ നമ്പർ ഞാൻ മാച്ച് കളഞ്ഞിട്ടില്ല. മരിച്ചുപോയാലും ഇനി എന്തിനാന്ന് വിചാരിച്ചില്ല. എന്തിനെന്നറിയാം, ഈ ഫോൺ എടുത്ത് അവരെ കുടുംബത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരാവശ്യം വന്ന് എന്നെ വിളിച്ചാൽ അവർക്ക് എന്നെ കൊണ്ട് ഉതകണം എന്ന് വിചാരിച്ചിട്ട് ഞാനിത് സൂക്ഷിക്കുന്നുണ്ട്. അല്ല അവരാ ചിലപ്പോൾ ആ നമ്പരേ മാറ്റി കാണും. ഈ ഉപയോഗിച്ച നമ്പർ അവർ കാലഹരണപ്പെട്ടു പോയി കാണും, അവർ പുതുക്കി കാണത്തില്ല. പക്ഷേ ആ നമ്പറുകളെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ സൂക്ഷിക്കുന്നത് അവർക്ക് ആവശ്യം വന്ന് എൻ്റെ നമ്പർ കണ്ടെത്തി വിളിക്കുമ്പോൾ ഒരു കാരണവശാൽ. അങ്ങനെയാണ് 10,000 ഫോൺ നമ്പറാണ് എൻ്റെ ഫോണിനകത്ത്. ഈ 10,000-ഓ 1-2 നമ്പർ കുറവാണ്, അത്രയേ ഉള്ളൂ. ഇതൊന്നും ഞാൻ മാച്ച് കളഞ്ഞിട്ടില്ല എന്നുള്ളത് അതെൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എപ്പോഴും ഓർമ്മയിലെല്ലാം സൂക്ഷിക്കാൻ ശ്രമിക്കും. നല്ല ബന്ധങ്ങൾ, ദ്രോഹിച്ചവരെയും ഓർക്കും, അവരോട് ക്ഷമിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അർത്ഥം ക്ഷമിച്ചു. പക്ഷെ സ്നേഹിച്ചവരെയും മറക്കില്ല, ദ്രോഹിച്ചവരെയും മറക്കില്ല. പക്ഷെ ദ്രോഹിച്ചവരോട് വിരോധമൊന്നുമില്ല. അതൊക്കെ അവർ തന്നെ ആ ധാരണകൾ. എന്നെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് പേര്, ഞാൻ സിനിമയിലുള്ളപ്പോഴൊന്നും അങ്ങനെ ശല്യമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഒരു 2000 മുതൽ 2025 വെച്ച് 25 വർഷത്തിനിടെ എന്നെ രാഷ്ട്രീയത്തിൽ തന്നെ പിഴുതെറിയാൻ ശ്രമിച്ച ഒരുപാട് മഹാന്മാരുണ്ട് രാഷ്ട്രീയത്തിൽ, കരുത്തുറ്റ നേതാക്കന്മാരാണ്. പക്ഷെ അവരെ ആരെയും കാണാനില്ല. നിസാരനായ ഞാൻ അതിൻ്റെ സൈഡിൽ ഇപ്പോഴും ഉണ്ട്. കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ
ഞാൻ സൂക്ഷിക്കുന്ന സ്നേഹമാണ്. എൻ്റെ നാട്ടുകാർക്ക് എന്നോട് ഇവിടെ ഇരിക്കുന്നതിൽ പലരും പത്തനാപുരത്തുകാരാണ്. കാരണം കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ പറയാം, വാളകം ഇങ്ങോട്ട് കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്നതും ഇടതുവശത്ത് കാണുന്ന മുഴുവൻ മേലിലെ വെട്ടിക്കര പഞ്ചായത്ത് മുഴുവൻ പത്തനാപുരമാണ്. ഞാൻ അജുവിനെ പരിചയപ്പെട്ടപ്പോൾ അജു പറഞ്ഞു ഞാൻ കൊട്ടാരക്കര. ഞാൻ പറഞ്ഞു വീട് എവിടെ നിന്ന് കറക്റ്റ് ചോദിച്ചോ കൊട്ടാരക്കരയല്ല, പത്തനാപുരത്തുകാരനാണ്, മേലിലെ പഞ്ചായത്തുകാരനാണ്, എൻ്റെ നിയോജകമണ്ഡലത്തിൽ വോട്ടറാണ്. ഞാനതിൽ സന്തോഷിക്കുന്നു. കാരണം മേലിലെ പഞ്ചായത്തിൽ എല്ലാ വീട്ടിലും കുടിവെള്ളമുണ്ട്, ശുദ്ധീകരിച്ച കുടിവെള്ളം പൈപ്പിലുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലില്ല. പക്ഷേ മേലിലെ പഞ്ചായത്തിനോട് ചേർന്ന് കിടന്ന ഭാഗത്ത് എല്ലാവർക്കും അവിടെയും വെള്ളം കിട്ടി എന്നുള്ളതാണ്. ഞാൻ പുരോഗതിയുടെ പാതയിൽ ചിന്തിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ നാട്ടിലെ 8 പഞ്ചായത്തുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എല്ലാ വീട്ടിലും നഗരങ്ങളിലെ പോലെ പൈപ്പ് ലൈനിൽ കൊടുക്കുന്നത്. ഞാൻ പത്തനാപുരത്തിൻ്റെ MLA ആയി വരുമ്പോൾ പലരും പത്തനാപുരത്തുകാരോട് ചോദിക്കും എവിടാ വീട് എന്ന് ചോദിച്ചാൽ തലവൂരുള്ളവർ പട്ടാഴിയിലുള്ളവരെല്ലാം പറയും കൊട്ടാരക്കരയാണ് വീടെന്ന് പറയും. കാരണം കൊട്ടാരക്കരയിൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കൊട്ടാരക്കര ഗണപതി, R ബാലകൃഷ്ണപിള്ള, കൊട്ടാരക്കര ശ്രീകാന്ത്, കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് എല്ലാവരും കൊട്ടാരക്കരക്കാരായി മാറി. ഇപ്പോൾ ഞാൻ അവിടുത്തെ MLA വന്നതിന് ശേഷം എല്ലാ വിവാദങ്ങളിലും നല്ല വാർത്തകളിലും പത്തനാപുരം നിറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പത്തനാപുരത്തുകാരായി മാറി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ അഭിമാനത്തോട് പറയും ഞാൻ പത്തനാപുരത്തുകാരനാണ് എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാറിൻ്റെ ആളാണോ എന്ന് ചോദിക്കും. രാഷ്ട്രീയമായി എന്നെ എതിർക്കുന്നവരാണെങ്കിൽ പറയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയും. രാഷ്ട്രീയമായ എതിർപ്പല്ല, പറയുന്ന കറക്റ്റാണ്. നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്, നല്ല സ്നേഹത്തോടെ തന്നെയാണ് എല്ലാവരോടും പോകുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വില പിടിക്കുന്ന ഒരു സാധനമുള്ള അത് സ്നേഹമാണ്. അത് കളഞ്ഞു കുളിക്കാൻ വളരെ എളുപ്പമാണ്. അത് കളയാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അനാവശ്യമായ ഇടപെടലുകൾ, അനാവശ്യമായ സാമ്പത്തിക ഏർപ്പാടുകൾ ഇതൊന്നും പോകാതിരിക്കാൻ പിണങ്ങൂല. സ്നേഹത്തോടെ ഇരിക്കുക, പറ്റുന്ന സഹായം ആളാലാകുന്ന ശരീരം കൊണ്ട് ആവുന്ന ശരീരം കൊണ്ട് മനസ്സുകൊണ്ടും ആവുന്ന സഹായവും പിന്തുണയും കൊടുത്താൽ കാശ് കൊടുത്ത് സഹായിക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല. അത് പിണങ്ങാനിടയാകും. നമ്മളെ ആ സ്നേഹബന്ധം ഒരു അലുമിനിയം വരുമ്പോൾ ഇവിടെ വെച്ച് കാണുമ്പോൾ നിങ്ങളുടെ ഈ സ്നേഹബന്ധം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാകുന്ന ഒരു സൗഹൃദം, ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഞാനൊരു വളരെ പുരോഗമനമായ ആശയങ്ങൾ വിശ്വസിക്കുന്നതാണ്. കൊട്ടാരക്കരയുടെ മണ്ണിൽ ഇപ്പം അജുവിൻ്റെ കാര്യം, അജുവൊക്കെ താമസിക്കുന്ന മേലില പഞ്ചായത്തിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മിക്കവാറും ഒരു 10,000 വീടുകളിൽ ഗ്യാസ് പൈപ്പിലൂടെ കിട്ടാൻ തുടങ്ങും. നമ്മുടെ നാടിൻ്റെ പുരോഗതിയാണ്. കാരണം പത്തനാപുരം പത്തനാപുരം ആയിരുന്നിടത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഗ്യാസ് CNG ഗ്യാസ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ കിട്ടുന്ന പോലെ പൈപ്പിലൂടെ വീടുകളിലേക്ക് എത്തുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ മാറും. ഇത് പഞ്ചായത്തിൻ്റെ ഒരു തടസ്സം കൊണ്ട് അങ്ങനെ പിടിച്ചിട്ടിരുന്ന റോഡ് വെട്ടിപ്പൊളിക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇതിന് മുമ്പേ കിട്ടിയാനെ. അപ്പം അങ്ങനെ നമ്മൾ ഓരോ തരത്തിലും പുരോഗമിക്കുകയാണ്. കൊട്ടാരക്കരയിലെ പറഞ്ഞു ബസ് സ്റ്റാൻഡ്, കൊട്ടാരക്കര ഞാനൊരിക്കൽ കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വരുമ്പോൾ പ്രവാസികളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ അന്ന് പത്തനംതിട്ട പ്രവാസികളുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന വിശിഷ്ടാതിഥി വന്ന ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാസി സംഘടനയുടെ നേതാവ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്, അദ്ദേഹം വടക്ക് കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ കൊട്ടാരക്കര എവിടെയാണ്, ഇതാണ് ഇതിൻ്റെ തലസ്ഥാനം. കാരണം വേറെ ഒന്നുമല്ല, ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന കൊട്ടാരക്കര ബസ് പോകുന്നതാണ് കാണുന്നത്. 1976 അച്ഛൻ ആദ്യമ മന്ത്രിയായ കാലം തൊട്ട് എല്ലാ ബസ്സും കൊട്ടാരക്കരയ്ക്കാണ്. ഇതെവിടെ മൂകാംബി എന്ന് കൊട്ടാരക്കര, ഇത് കോഴിക്കോട് നിന്ന് കൊട്ടാരക്കര, കാസർഗോഡ് നിന്ന് കൊട്ടാരക്കര. ഈ തമ്പാനൂർ പോകുന്നതിനേക്കാളും കൂടുതൽ വണ്ടി കൊട്ടാരക്കരയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഏത് വണ്ടിയിലും ബോർഡ് വെച്ചാൽ തമ്പാനൂർ പോകുന്ന വണ്ടി, തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടി കണ്ടാലും കൊട്ടാരക്കര തിരുവനന്തപുരം എന്നാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് ഈ കുട്ടിക്കാലത്ത് അദ്ദേഹം വിചാരിക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊട്ടാരക്കരയാണോ കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ ഒരാൾ അവിടെയുണ്ട്, ആ ആളാണ് ഈ ബസ്സുകളെല്ലാം കൊട്ടാരക്കര വഴി കൊണ്ടുപോയത്. ഇന്ന് KSRTCയുടെ മന്ത്രി എന്നുള്ളത് പറഞ്ഞാൽ തിരുവനന്തപുരം തമ്പാനൂരിനേക്കാളും പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനാണ് കൊട്ടാരക്കര. എൻ്റെ പിതാവ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് അന്ന് പുതിയ കെട്ടിടം പണിയുന്നത്. അന്ന് KM ജോർജ് സാറാണ് ആദ്യം കല്ലെടുത്തത്. അത് നിങ്ങളുടെ അനുവാദത്തോടെ ഞാനും ബാലഗോപാലും ചേർന്ന് പഴയ കെട്ടിടം പൊളിക്കുകയാണ്, പുതിയ കെട്ടിടം നിർമ്മിക്കാൻ. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അത്യന്താധുനികമായ ഒരു ബസ് ടെർമിനൽ കൊട്ടാരക്കരയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാനൊക്കെ റെഡിയായി, അതിന് 10-12 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം ഈ ഡിസംബർ മാസം അതിൻ്റെ സ്കെച്ചെല്ലാം റെഡിയായി. അതിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ടെൻഡർ ചെയ്യണമെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയണം. ബാക്കിയെല്ലാം റെഡിയായി. അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചറാണ്. ഇപ്പോൾ സ്റ്റീൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന വേറൊരു ഏജൻസിയാണ്. അപ്പോൾ അവർ ആ സ്ട്രക്ചർ ഡിസൈനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളതിൻ്റെ അനുമതിയൊക്കെയായി, പണമൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ്. പ്ലാൻ അപ്രൂവ് ചെയ്തു. ഇനി ആ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്, അത് കോൺക്രീറ്റുമായി കണക്ട് ചെയ്യുന്ന സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തരും. ഡിസംബർ അവസാനത്തോടുകൂടി ടെൻഡർ വിളിച്ചൊരു ജനുവരി ഫെബ്രുവരി മാസത്തോടെ അതിന് കല്ലിട്ട് അതിന് നിർമ്മാണം തുടങ്ങാൻ കഴിയും. വളരെ വേഗത്തിൽ തീർക്കത്തക്കതിലാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സ്റ്റൈലാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് എല്ലാം മാറുകയാണ്. കായംകുളം ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു കപ്പൽ കരയിൽ കയറി കിടക്കാന്ന് വിചാരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒരു കപ്പൽ, ഷിപ്പ് കരയിലോട്ട് ഇങ്ങനെ കയറി കിടക്കുക. റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഉയർന്ന സ്ഥലമാണ് കായംകുളം ബസ് സ്റ്റാൻഡ്. ഇരിക്കുന്ന ആ റോഡിൽ നോക്കിയാൽ ഒരു ഷിപ്പ് ഇങ്ങനെ കരയിൽ കയറി കിടക്കുന്ന പോലെ തോന്നുന്നത്. സാധാരണ പഴയ KSRTC അല്ല, പുതിയ KSRTC. അതിൽ വലിയ മാറ്റം. തൃശ്ശൂർ മാറ്റുന്നു, എറണാകുളത്തെ തല്ലിപ്പൊളി ബസ് സ്റ്റാൻഡ് എല്ലാം മാറ്റി നല്ല മനോഹരമായ ബസ് സ്റ്റാൻഡിന് 13 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം മാറുകയാണ്. കാരണം ഒരു ചരിത്രം മാറുകയാണ് KSRTCയുടെ. ശമ്പളം കൊടുത്തു എന്ന് മാത്രമല്ല
KSRTC വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അസൂയ തോന്നുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഇത്ര മനോഹരമായ വണ്ടികളില്ല എന്ന നിലയിലേക്ക് KSRTC മാറിയിട്ടുണ്ട്. ഇന്നലെ എന്നോട് ഒരാൾ ഇന്ന് ചോദിച്ചു, ഒരു ബസ് ആന്ധ്രയിൽ തീ പിടിച്ചു എന്ന്. പക്ഷെ നിങ്ങളുടെ അഭിമാനത്തോട് പറയാം, കേരളത്തിൽ നമ്മളിപ്പോൾ ഞാൻ വാങ്ങിയ പുതിയ വണ്ടികളിൽ മുഴുവൻ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഫിറ്റ് ചെയ്ത വണ്ടിയാണ് വന്നിരിക്കുന്നത്. അതായത് തീ പിടിച്ചാൽ അത് തന്നെത്താൻ ഓട്ടോമാറ്റിക് അണയ്ക്കും. അതിനകത്തെല്ലാം ഒരു ബിൽഡിങ്ങിൽ ഫൈറ്റിംഗ് ചെയ്തേക്കുന്ന അതേ ആധുനികമായ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം മുഴുവൻ KSRTC വാങ്ങിച്ച പുതിയ വണ്ടികളിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. AC വണ്ടിയിലൊക്കെ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഫയർ കണ്ടാൽ അപ്പോഴിത് ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ അതിൻ്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യും. ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം മുഴുവൻ പിടിപ്പിച്ചിരിക്കുകയാണ്. അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ വാങ്ങിയത്. അത് ഇതര സംസ്ഥാനങ്ങളിൽ കാണുമ്പോൾ അവർക്ക് അസൂയാണ്. കാരണം ഇത്തരം ഒരു വണ്ടി, അതിൻ്റെ ഒരു കളറും പെയിൻറ്റും എല്ലാം കൂടി ഒരു നാഷണൽ ഒരു പാട്രിയോട്ടിസം, ദേശീയ പതാക കാണുന്ന ഒരു ഭംഗിയാണ്. ആ ഒരു പാട്രിയോട്ടിസം ഉണർത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അതിലെല്ലാവരും, മോഹൻലാൽ അടക്കമുള്ള വലിയ വ്യക്തികളെല്ലാം അതിനോട് സഹകരിച്ചു. അതാണ് KSRTCയുടെ ഒരു വളർച്ചയുടെ കാരണം. വലിയൊരു മാറ്റമാണ്. ഇപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് പറയാം, 30-ാം തീയതി ക്യാൻസർ രോഗികൾക്കായി ഞാൻ പ്രഖ്യാപിച്ച ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ച കാര്യമാണ്. ക്യാൻസർ രോഗികൾ കേരളത്തിൽ എവിടെ നിന്ന് ചികിത്സിക്കാൻ ഏത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നാൽ രോഗിക്ക് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള സർവ്വ വണ്ടികളിലും ഫ്രീ ആയി യാത്ര ചെയ്യാം. ഫ്രീ ടിക്കറ്റാണ്. 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ രോഗിക്ക് ഞാൻ തന്നെ ഈ കാർഡ് കൈമാറും. ആദ്യത്തെ പാസ് കൈമാറും. ആ പാസിന് ക്യാൻസർ രോഗിയുടെ പേരില്ല, ക്യാൻസർ എന്നൊരു വേർഡ് അതിനകത്തില്ല. ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ആ കാർഡിൻ്റെ പേര്. ആ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഹാപ്പി ലോങ് ലൈഫാണ്. അതിലൊരു സ്ഥലത്തും ഈ പറയുന്ന ആൾ ഒരു രോഗിയാണ് എന്ന് മെൻഷൻ ചെയ്യില്ല. ഒരു സ്ഥലത്തും. ആ കാർഡ് ഇരിക്കാൻ ഉപയോഗിക്കുന്ന സീറ്റ് റിസർവ് ചെയ്യുന്നുണ്ട് എല്ലാ വണ്ടിയിലും. 2 സീറ്റ് ഒരു വണ്ടിയിൽ റിസർവ് ചെയ്യും. ആ റിസർവ് ചെയ്യുന്ന സീറ്റിലും ഹാപ്പി ലോങ് ലൈഫ് എന്ന് എഴുതുന്നല്ലാതെ ഇത് രോഗികൾക്കുള്ള കാർഡ്, രോഗി എന്ന ചിന്തയില്ല. ആ കാർഡ് കണ്ട രോഗിയല്ല. രാവിലെ കാർഡ് എടുത്ത് നോക്കിയാൽ എനിക്ക് ആയുസ് നീട്ടി കിട്ടി എന്ന് ആളിന് തോന്നാം. ഈ കാർഡ് അങ്ങനത്തെ കാർഡാണ്. അതെടുത്ത് കാണിച്ചാൽ, എൻ്റെ കയ്യിലുണ്ട്, അത് എടുത്ത് കാണിച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ ഡെബിറ്റ് കാർഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ചിപ്പുള്ള കാർഡാണ്. ആ കാർഡാണ്. അഡ്വാൻസ് അല്ല, പേപ്പറും ബുക്കൊന്നുമല്ല. ഫോട്ടോ പതിച്ച് ആ കാർഡ് എടുത്ത് നോക്കിയാൽ അറിയാം. അത് അവരുടെ വീട്ടിൽ ചരിത്രത്തിലാദ്യമായി അപേക്ഷകൻ മൊബൈൽ കൂടി അപേക്ഷിക്കാം, കമ്പ്യൂട്ടർ വഴി അപേക്ഷിക്കാം. ഒന്നിനും വരേണ്ടതില്ല. KSRTCയുടെ ജീവനക്കാർ അവരുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കും ഈ സാധനം. ഏതാ രോഗിയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കും. എന്നിട്ട് കിട്ടിയെന്നൊരു ഒപ്പിട്ട് വാങ്ങിക്കും. അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. അത് ഈ നാടിന് വേണ്ടിയാണ്. ഈ നാട്ടുകാരെ നമ്മളെ അഭിമാനത്തോടെ ഓർക്കണം. നമ്മുടെ ജനങ്ങൾ വിദേശത്തിരിക്കുമ്പോഴും ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് KSRTCയാണ്. ആ 2 ആനയും ആ ഡിസൈനും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അതിനെ നശിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. നശിച്ചു പോകാൻ വെന്റിലേറ്റർ, ഞാൻ മുമ്പ് പറയും, വെന്റിലേറ്റർ കിടക്കുന്ന അമ്മൂമ്മയാണ്. വായിൽ 2 സ്വർണ്ണപ്പല്ലേ ഇനി ബാക്കിയുള്ളൂ. അതുകൂടി ഊരിയെടുക്കാൻ എല്ലാവരും നോക്കിയായിരുന്നു. ഇപ്പം അമ്മൂമ്മ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി ICUവിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലിരുന്നു എന്നൊരു ഭാഗ്യമുണ്ട്. അത്രയും കാര്യം അവിടെ വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഓടി തുടങ്ങിയില്ല, അവിടെ വരെ എത്തിയിട്ടുള്ളൂ. എണീറ്റിരുന്നു. അമ്മൂമ്മ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി ICUവിൽ നിന്ന് ബെഡിൽ എണീറ്റിരുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് നിങ്ങളെയൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇതിനൊക്കെ പിറയിൽ നിങ്ങളൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാതെ ഞാനൊരു മഹാനായതുകൊണ്ടൊന്നുമല്ല. ഞാനെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ആശയങ്ങളും നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ കാണുമ്പോൾ പലരും പല ഐഡിയകൾ പറയും. ആ ഐഡിയകളെ ഞാനൊന്ന് തേച്ച് മിനുക്കും നടപ്പിലാക്കുമെന്നുള്ളത് വെച്ചാൽ ഇതൊന്നും ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ അതിബുദ്ധിമാൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയൊന്നുമല്ല. ഞാൻ അതിനൊക്കെ വിദ്യകളൊന്നും പഠിച്ചിട്ടുമില്ല. പിന്നെ എൻ്റെ ഈ പറഞ്ഞ ഒരു സ്നേഹമുണ്ട് മറ്റുള്ളവരെ. കാരണം എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ പലരും പറയേണ്ടത്, സാറേ ക്യാൻസറിന് കീമോ ചെയ്യാൻ പോകണം, വണ്ടി കൂലി കാശില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ കീമോയ്ക്ക് ഡേറ്റ് വെച്ചിട്ട് റേഡിയേഷൻ ഇട്ട് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. നമ്മൾ വിചാരിക്കുന്നതൊക്കെയല്ല, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ തിരിച്ചറിയാം. നിങ്ങൾ അലുമിനിയം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരെ സഹായിക്കുന്നവരാണ്. ഈ വിഷയം ഇവിടെ പറയാൻ കാര്യം മറ്റ് നേട്ടങ്ങളെക്കുറിച്ചൊന്നുമല്ല പറയാം. ഞാൻ ഇങ്ങനൊരു വിഷയം പറയാൻ കാര്യം, നമ്മളാൽ കഴിയുന്ന ചാരിറ്റി. ഇപ്പം നിങ്ങൾ ഇയാൾ പൊളിഞ്ഞു കിടക്കുന്ന KSRTCയുടെ പൈസ എടുത്ത് ഓസിന് ആളെ കൊണ്ട് അങ്ങനെയൊന്നും അല്ല. എനിക്കറിയാം അതിൻ്റെ കണക്ക്. ഒരു ബസ്സിൽ ഇത്ര സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. ഒരു 2 സീറ്റ് ഈ പാവപ്പെട്ട ഈ ആളുകൾക്ക് വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു തകരാറും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കില്ല. ഇതിന് വിജയമേ സംഭവിക്കും. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇതിനകത്ത് ഉണ്ടാവുന്നേ. ഞാൻ ദൈവവിശ്വാസിയാണ്. അതിൻ്റെ ഗുണമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. കാരണം അങ്ങനൊന്നും ഇവർ 2 പേര് കയറി ഇരുന്നെന്നും പറഞ്ഞ് ഇത് നഷ്ടത്തിലൊന്നും പോവുകയില്ല. അല്ലാതെ തന്നെ വലിയ കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ അവസാനിപ്പിച്ചാൽ അതിൽ യാത്രക്കാരോ ഈ പറയുന്ന കൺസെഷൻ വാങ്ങുന്ന കുഞ്ഞുങ്ങളോ അല്ല. കുഞ്ഞുങ്ങൾക്ക് 5 ദിവസം ലൈസൻസ് കൊടുക്കുകയാണ്, കൺസെഷൻ ഉണ്ടായിരുന്നു. ഞാനിത് ഒരു മാസം 5 ദിവസം വെച്ച് 6ാമത്തെ ദിവസം ശനിയും ഞായറും ഇല്ല. ഞാൻ ശനിയും ഞായറും ഉൾപ്പെടുത്തി സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒഴിവാക്കി 5 ദിവസം ഒഴിവാക്കി 25 ദിവസവും കൺസെഷൻ കൊടുത്തു. ഒന്നും സംഭവിക്കാനില്ല, ഒന്നും സംഭവിക്കാം. അതുകൊണ്ട് ഒരു നഷ്ടം സംഭവിക്കില്ല. കുഞ്ഞുങ്ങൾ 25 ദിവസം ഇതിൽ ട്യൂഷനും കൂടി അതിനകത്ത് പോയാലും ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള. പോകുന്ന റൂട്ടിലല്ലേ പാനൊക്കെ രാജ്യം മുഴുവൻ കറങ്ങാനൊക്കത്തില്ലല്ലോ. ഇതൊക്കെ
തെറ്റിദ്ധാരണകളാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്തു അവിടെ നമ്മൾ നശിച്ചു, ഈ രോഗികൾക്ക് എന്തെങ്കിലും അതൊന്നും നമ്മളെ നശിപ്പിക്കില്ല. അത് ഒരു നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏതൊരു ബിസിനസ്സിലും നിങ്ങൾ ഏത് രംഗത്ത് നിൽക്കുമ്പോഴും ഒരു ചാരിറ്റി മനസ്സിലുണ്ടാകണം. ഒരു അലുമിനിയെ ഒത്തുകൂടുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുമ്പോൾ, നമ്മൾ സന്തോഷിക്കുമ്പോൾ കണ്ണ് നനയുന്ന പലരുമുണ്ട്. വിശപ്പടക്കാനും രോഗശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കൂടി നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ ഓർക്കും. അക്കാഫിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത്രയും വലിയൊരു ശക്തി, ഒരു വലിയ ശക്തി ആണ് നമ്മളെല്ലാവരും ഒത്തുചേരുമ്പോൾ. ആ ശക്തിയുടെ ഒത്തുചേരലിൽ എപ്പോഴും ഒരു സഹാനുഭൂതിയുടെ, സ്നേഹത്തിൻ്റെ ഒരു കരസ്പർശം പാവങ്ങളുടെ മേലുണ്ടാകണം. കാരണം പ്രവാസികളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. കാരണം കേരളത്തിലെ വെള്ളപ്പൊക്കമാവട്ടെ, കോവിഡ് ആവട്ടെ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരള സർക്കാരിനെയും കേരളത്തിലെ ജനതയും ഒരുപോലെ സഹായിക്കുന്നതിൽ പ്രവാസികൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. അത് ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ പ്രവാസി ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം, ഞങ്ങളെല്ലാവരും കാണുന്നത് പ്രവാസികളെ, അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമല്ല, പ്രവാസികളെ കേരളത്തിൻ്റെ നട്ടെല്ലായി തന്നെയാണ് കാണുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നിക്ഷേപം നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ധൈര്യമായി നിങ്ങൾ കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ ഏത് നിക്ഷേപവുമായിട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങൾ നാട്ടുകാരാണ്, നിങ്ങളുടെ അവകാശമാണ്. പത്തനാപുരത്തിൻ്റെ MLA ആയി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഏത് നിക്ഷേപവുമായി നിങ്ങൾക്ക് പത്തനാപുരത്ത് വരാം. ആ മണ്ണിൽ നിങ്ങളെ ആരും എതിർക്കില്ല, കൊട്ടാരക്കര മണ്ണിലും എതിർക്കില്ല. പത്തനാപുരത്തെ കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഞാൻ അവിടുത്തെ MLA, പത്തനാപുരത്ത് കൊട്ടാരക്കരയുടെ കാര്യം പറയാൻ ഞാൻ അവകാശമല്ല. പത്തനാപുരത്തിൻ്റെ മണ്ണിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കൊട്ടാരക്കരക്കാരാണ്, പത്തനാപുരത്തുകാരുമാണ്. പത്തനാപുരത്തെ മണ്ണിലേക്ക് നിങ്ങൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റുമായി വന്നോളൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളെ അവിടുത്തെ രാഷ്ട്രീയക്കാർ എതിർക്കില്ല. അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ട്യൂണിങ് വേറെയാണ്. ചില 1-2 പേര്, ഒരു മാക്സിമം വിരൽ, 1-2 വിരലാണ് 10 പേര് കുഴപ്പക്കാർ കാണത്തുള്ളൂ. ഏതാണ്ട് 1,65,000 വോട്ടർമാരുള്ള പത്തനാപുരത്ത് ഒരു 10 പേര് മാത്രമേ എതിർക്കത്തുള്ളൂ. അതവിടെ കിടന്ന് എതിർത്തുകൊണ്ടിരിക്കും. പക്ഷേ മറ്റുള്ളവർ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ നാടിൻ്റെ പ്രത്യേകത അതാണ്. ഞാൻ അഭിമാനത്തോടെ വിളിക്കുകയാണ്. നിങ്ങൾ ജലം ഉപയോഗിച്ചുള്ള ബിസിനസ് ചെയ്യണോ? വന്നോ. ജലം, അല്ലെങ്കിൽ ഭൂഗർഭ ജലം എക്സ്പ്ലോയിറ്റ്, കല്ലടയാറ് 26 കിലോമീറ്റർ പത്തനാപുരം മണ്ഡലത്തിൽ നടുക്കൂടെയാണ്, 6 പഞ്ചായത്തിൽ കൂടെ വെറുതെ ഒഴുകി പോകുന്ന വെള്ളം ഉപയോഗിച്ച് ബിസിനസ് ഉണ്ടോ? നിങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങൾ കൂടെ നിൽക്കാം. അതൊന്നും ഒരു ഭയപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. അതൊന്നും കൊണ്ട് നമ്മൾ നശിക്കില്ല. നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തുപോയി പഠിക്കുന്ന സാഹചര്യം മാറണം. വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരണം. ഞാനിപ്പോൾ ഇപ്പോഴത്തെ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിലൊക്കെ എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്, അതിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. അത് ഞാൻ പ്രദാനം ചെയ്യുന്ന മുന്നണിക്കുള്ളിലും ഭരണത്തിനുള്ളിലും പറയും. ഈ ഭയപ്പാട് മലയാളിയെ പേടിപ്പിക്കും. കമ്പ്യൂട്ടർ വന്നപ്പോഴും നമ്മൾ അനാവശ്യമായ ഭയം. 1500 കോടി കിട്ടുന്ന ഒരു പദ്ധതി വരുമ്പോൾ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് പഠിക്കേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധികളെ ഭയന്നുകൊണ്ടിരുന്നതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഒരു ദിവസം എഴുന്നേക്കുന്നത് എൻ്റെ KSRTC CMD വിളിക്കുന്നതന്നെ, സാർ ഒരു 3 ഇഷ്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ 3 ഇഷ്യൂ ഉണ്ട്. അത് പറയുമ്പോൾ അദ്ദേഹം പറയും 2 ഇഷ്യൂ കൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ട് വയ്ക്കാമെന്ന് പറയും. കാരണം അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാനാണ് വിളിക്കുന്നത്. അപ്പോൾ വളരെ ചെറുപ്പക്കാരനായാലാണ് KSRTC CMD, 42 വയസ്സേ ഉള്ളൂ. പക്ഷേ അയാൾ വിളിക്കുന്നത് ഒരു ഇഷ്യൂ ഉണ്ട് സാർ, എന്നാൽ ഇഷ്യൂസേ ഉള്ളൂ ജീവിതത്തിൽ, അത് പരിഹരിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ഒരു പുതിയ പദ്ധതി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതിന് എന്താ, അതിനകത്ത് എന്താ അപകടത്തെ ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇപ്പം തീർത്തും അത് വേണ്ട എന്നുള്ള അഭിപ്രായം പറയുന്നത് ശരിയല്ല. കമ്പ്യൂട്ടർ നമ്മൾ എന്താ പറഞ്ഞു, ഇവിടെ കമ്പ്യൂട്ടർ വേണ്ട, പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ 25 കൊല്ലം കമ്പ്യൂട്ടർ രംഗത്ത് 25 കൊല്ലം പുറകോട്ട് പോയി, കേരളം മാത്രം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഓടിയെത്താൻ ഒരുപാട് പണിപ്പെട്ടു. നമ്മളെ ആളുകളെ മെടുക്കൊണ്ടാണ് ആ രംഗത്ത് കുറേയെങ്കിലും നമുക്ക് ഓടിയെത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് അഴിക്കപ്പെട്ടേനെ. നമ്മൾ ട്രാക്ടർ വന്നപ്പോൾ സമരം ചെയ്തു. ഇന്ന് പറയുന്ന നെൽകൃഷി നഷ്ടമാണെന്ന് പറയുന്നത് എന്താണ്? യന്ത്രവൽകൃത കൃഷി ആയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. ഇവിടെ ട്രാക്ടറിനെ എതിർക്കുന്ന സമയത്ത് സോവിയറ്റ് റഷ്യയിൽ, കമ്മ്യൂണിസ്റ്റ് സോഷ്യൽ റഷ്യയിൽ, സോവിയറ്റ് റഷ്യയിൽ ട്രാക്ടർ മാത്രമല്ല കൊയ്ത്ത് യന്ത്രവും ഉപയോഗിച്ചിരുന്നു, ഞാറ് നടന്ന യന്ത്രവും കൊയ്ത്ത് യന്ത്രവും ഉപയോഗിച്ചിരുന്നു. നമ്മൾ എന്തിനെതിർത്തു എന്ന് ചോദിച്ചാൽ എന്തിനെന്ന് ആർക്കും പറഞ്ഞില്ല. അന്ന് എതിർത്തവരെ ആരെയും കാണാനില്ല, അവർ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇന്ന് അത് ആർക്കും നമ്മൾ ലജ്ജിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ പല സ്ഥലത്ത് വന്ന് കറങ്ങുകയാണ്. അതുകൊണ്ട് ഒന്നിനെയും സംശയത്തോടെ കാണരുത്. പുതിയ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ജീവി പറയില്ല, നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പുതിയ പരിഷ്കാരങ്ങൾ എന്താണ്? ഗൾഫിൻ്റെ ദുബായിയുടെ പ്രത്യേകത എന്താണ്? ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും അഡ്വാൻസ് ആയ ടെക്നോളജിയാണ് ഇവിടുത്തെ ഭരണാധികാരിയുടെ കൊണ്ടുവരുന്നത്. അതിനോട് നമ്മൾ പെട്ടെന്ന് പൊരുത്തപ്പെടുക. ഇന്ത്യയിലെ ബാങ്കിങ് രംഗത്ത് വന്നിട്ടുള്ള പരിഷ്കാരം തന്നെ എടുക്കാം. ഭയങ്കര മാറ്റമല്ലേ വന്നിട്ടുള്ളത്, എല്ലാം ഓൺലൈനും. പണ്ട് ബാങ്കിന് മുമ്പിൽ തിരക്കാണ്. ഇപ്പം ബാങ്കിൽ ബ്രാഞ്ച് തുടങ്ങുന്നിടത്ത് ആരും ഇല്ല, അവർ മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞാൽ അതൊക്കെ ആരും വരവ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. ആളുകൾ അങ്ങോട്ട് വരുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം എല്ലാവരും ഓൺലൈനിലൂടെയും മൊബൈൽ ഫോണിലൂടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഒന്നിനെയും ആശങ്കയോടെ കാണുക. കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ കാണുമ്പോൾ TV ഓൺ ചെയ്താൽ നാട്ടിലേക്ക് എങ്ങനെ പോകും, അവിടെ വലിയ അപകടമല്ലേ എന്ന് തോന്നുന്ന അവസ്ഥയാണ് ഇന്നും. അത് മാറാം. ഇതെല്ലാം വെറുതെ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ വൈകിട്ട് മുതൽ രാത്രി പറയുന്ന കാര്യത്തിൽ യാതൊരു കഴമ്പുമില്ല. ഇത് റേറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്.
KSRTC ഒരു വണ്ടി വരുന്ന ഒരു റീൽ കണ്ടാൽ 25 ലക്ഷം ആൾക്കാർ കാണുന്നുണ്ട്. എന്നാൽ ഇത് മുതലെടുക്കാം എന്ന് പറഞ്ഞ സൈഡിൽ എൻ്റെ ഒരു പടം കൂടി ഇട്ട് ലോകത്തുള്ള എല്ലാം കൂടെ അതിൻ്റെ സൈഡിലോട്ട് എഴുതി. ഞാൻ പിന്നെ ഇത് കാണാറുമില്ല, വായിക്കാറുമില്ല. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എനിക്കൊന്നുമില്ല, എനിക്ക് ഒരു കുലുക്കവും ഇല്ല. അതൊക്കെ നമ്മൾ അനുഭവിച്ച് തീർന്നതാണ്. ഇത് ഒരു പരിപാടിയായിട്ട് എടുത്തിരിക്കുകയാണ്. അന്ന് വണ്ടി ക്യാൻസൽ ചെയ്താൽ അവരെ വാർത്തയാണ്. വണ്ടി ചിലപ്പോൾ ക്യാൻസൽ ആവേണ്ടി വണ്ടി ഇതേ പിന്നെ പോകാൻ പറ്റുമോ? ക്യാൻസൽ ചെയ്തല്ലേ പറ്റൂ. ഇതെല്ലാം വാർത്തയാക്കിയിട്ട് അപ്പോൾ റേറ്റിംഗ് ആണ്. എന്താണ് ഇപ്പോൾ KSRTC ഒരു റേറ്റിംഗ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? മോഹൻലാലിനെ പോലുള്ള മഹാനടന്മാരെ കൊണ്ടുവന്ന് പരസ്യം ചെയ്ത് കയറ്റിയെടുത്തപ്പോൾ നല്ല റേറ്റിംഗാണ്. എന്നാൽ അവൻ്റെ പെടലിൽ കയറി കൊള്ളാം എന്നാണ് അടുത്തത്. സൈഡിൽ എൻ്റെ ഒരു പടം കൂടെ വയ്ക്കും. എന്താണ്? അനാവശ്യമായ ഓൺ അടിച്ചതിന് പിടിക്കാൻ മന്ത്രി പറഞ്ഞു. പിടിക്കണ്ടേ? നിങ്ങൾ ചോദിക്കും പിടിക്കണ്ടേ? ചെവിക്കല്ല് അടിച്ച് പൊട്ടിച്ചാൽ പിടിക്കട്ടെ. നമ്മുടെ നാട്ടുകാരനായ ജോൺ പണിക്കർ ഡോക്ടറുണ്ട്. അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ്. ചെവിയുടെ ഏറ്റവും വലിയ ഡോക്ടറാണ്, ENT. അദ്ദേഹത്തിൻ്റെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോൾ കണ്ടാലും പറയും ഈ ഹോണടി ഒന്ന് നിർത്തുക. ചെവിക്കല്ല് പൊട്ടുന്ന ഹോണ് എടുത്തു, അത് പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ എന്താ? പൊട്ടിച്ച് കളയാൻ വന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല. എന്താ ആശങ്ക എന്നാലോചിക്കണം. ഈ പോകുന്ന വണ്ടിക്കെല്ലാം അതിൻ്റെ പൊല്യൂഷൻ പരിശോധിച്ചില്ലേ? അത് പൊട്ടിച്ച് കളയാൻ അവിടെ കണ്ട് കിടന്നൊരു വണ്ടിയുടെ അടി കൊണ്ടിട്ട് പൊട്ടിക്കുക. വണ്ടി ഇങ്ങോട്ട് വന്നതല്ല, വണ്ടിയുടെ അടുത്തോട്ട് കൊണ്ടിട്ടതാ. ഉദ്യോഗസ്ഥന്മാരത് പൊട്ടിക്കാൻ വന്നാൽ ആ വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല എന്ന് വാർത്ത കൊടുക്കുന്ന എന്തിൻ്റെ അസുഖമാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. ഈ ചെവിതല ഇനി കേൾക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന പരം മറ്റതിന് പുകയ്ക്ക് പരിശോധിക്കാൻ സാധനമില്ല എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ പാടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ക്ലച്ച് പിടിച്ചോ? അപ്പോൾ ഈ മാധ്യമങ്ങളെ നമ്മൾ ആശ്രയിക്കരുത്. കാരണം എന്താ പറയുക, ഈ പറഞ്ഞ ഒരു 1.5, 2, 3 വർഷം ഒരു കണക്കെടുക്കുക. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ മുമ്പേ പറഞ്ഞ ഒരു സ്വർണത്തിൻ്റെ കഥയുണ്ടായിരുന്നു. ഒരു സ്വർണ്ണക്കെട്ടി ഗൾഫിൽ നിന്ന് വന്നെന്നും പറഞ്ഞൊരു അത് ക്ലച്ച് പിടിച്ചോ? ഇപ്പം ഈ ഇലക്ഷൻ എടുത്തപ്പോഴേ വേറൊരു സ്വർണ്ണക്കെട്ടി വന്നിട്ടുണ്ട്, ഇത് ക്ലച്ച് പിടിക്കുമോ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ നമ്മളെ സമയം പോകാൻ വേണ്ടിയിട്ട് ഇത് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും മനസ്സ് തർപ്പിക്കേണ്ട. ഇതാണ് കേരളം എന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊന്നുമല്ല കേരളം. അവിടുന്ന് ഇവിടുന്നൊക്കെ ചില സാധനങ്ങൾ പറക്കിയെടുത്ത് നമ്മളെ പേടിപ്പിക്കുന്നതല്ല കേരളം. പഴയ കേരളമല്ല, പുതിയ കേരളം മാറിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആശങ്കപ്പെടുന്നതിന് ഈ കേരളം എന്ന് പറയുന്ന പ്രവാസികളായ നിങ്ങളുടെ സ്വത്തല്ലേ? നിങ്ങളവിടെ അന്യരാണോ? നിങ്ങളുടെ കൂടിയാണ്. ഗണേഷ് കുമാറിനുള്ള അതേ റൈറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാടിനെ നമ്മൾ സ്നേഹിക്കുകയും ആ നാടിന് ചെയ്യാവുന്ന എല്ലാ ഉപകാരം ചെയ്യുകയും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്നും അവിടെ നമ്മൾക്കൊരു വേരോട്ടം ഉണ്ടാകണമെന്നും അവിടെയാണ് നമ്മുടെ എല്ലാ ഐഡൻറ്റിറ്റിയും എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരുടെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സുഹൃത്ത് ചോദിക്കുകയാണ് ഇന്ന ആളുടെ വീട് എവിടെയാണ്? ഇപ്പോൾ കൊട്ടാരക്കര വന്നിട്ട് നമ്മുടെ ജോൺസൺ ബേബിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ കാണിച്ചു തരും. പക്ഷെ അമേരിക്കയിൽ പോയിട്ട് അവിടെയാണ് ജോൺസൺ ബേബി താമസിക്കുന്നെങ്കിൽ കറക്റ്റ് വീടിൻ്റെ നമ്പരും സ്ട്രീറ്റിൻ്റെ നമ്പരും എയോ ബിയോ പിരിവും പറഞ്ഞില്ലെങ്കിൽ വെടികൊണ്ട് ചത്തു. കാരണം വെച്ചാൽ ഇവിടുത്തെ പോലെ വീട്ടിൽ ചെന്ന് തട്ടിയിട്ട് ഈ ജോൺസൺ ബേബിയുടെ വീട് എവിടെയെന്ന് ചോദിക്കാൻ കഥ തുറക്കുമ്പോഴേ ഡിഷ്കി ഒറ്റ വെടിയാണ്. കാരണം ഭയന്ന് ജീവിക്കുന്ന മനുഷ്യരാണ്, തോക്ക് കൈ കാണും. അവിടെ ചെന്ന് കഥയിൽ തട്ടി ഒരു സ്ഥലത്ത് ഒരു വില്ല പ്രോജക്റ്റിനകത്ത് ചെന്ന് നമ്മൾ. അപ്പോൾ ജോൺസൺ ബേബി എവിടെ താമസമുണ്ട്, നമ്പർ മാറിപ്പോയി, 3 ആണോ 6 ആണോ എന്നൊരു സംശയം. അവസാനത്തെ ഈ ഡിജിറ്റ് മാറി. അങ്ങനെ 3 ചെന്ന് തട്ടിയാൽ കഥ തുറക്കുന്നത് അവർ നോക്കും. അൺനോൺ പേഴ്സൺ ആണ് വന്നിരിക്കുന്നത്. അപരിചിതനെ കണ്ടു, നേരെ തോക്കെടുക്കുക, മുട്ടിന് താഴെ വെടിവെക്കുക. നെഞ്ചത്താണ് വെക്കുന്നതെങ്കിലും കുഴപ്പമില്ല, മുട്ടിന് താഴെ വെച്ച് കളയും, ചിലപ്പോൾ നെഞ്ചത്തും തലയിലും വെക്കും. കാരണം കൊല്ലാൻ വന്നതല്ലേ അവർ തിരിച്ചിരിക്കുന്നത്. വഴി ജോൺസൺ ബേബിയുടെ വീട് അന്വേഷിച്ച് കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ്, അവിടെ വല്ല ധാരണയുണ്ടോ? അപ്പോഴേ വെടി തന്നെ. അതുകൊണ്ട് വെടികൊള്ളാതെ സുഹൃത്തുക്കളെ വീട് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ നാട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. ആ നാടിനെ സ്നേഹിക്കുക, നിങ്ങളിവിടെ അധ്വാനിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും വേരോട്ടം അവിടെയാണ്. സമാധാനത്തോടുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതിന് പറ്റിയ അന്തരീക്ഷമാണ്. കേരളം മനോഹരമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊട്ടാരക്കര സെൻറ്റ് ഗ്രൂപ്പ് പഠിച്ച ഇത്രയും ആളുകൾ ഒന്നിച്ചു ചേരാൻ, അക്കാഫിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഒന്നിച്ച് ഈ ഒരു വേദിയിൽ കാണാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. ഇത്രയധികം നാട്ടുകാരെ ഒന്നിച്ച് കാണാൻ കിട്ടുന്നത് എപ്പോഴും സന്തോഷമാണ്. ഈ സന്തോഷത്തിന് എന്നെ ക്ഷണിച്ചവരോടുള്ള നന്ദി ഞാൻ പറയുന്നു. പ്രസംഗിച്ച് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും 2 വാചം അടിക്കാതെ പോയാൽ നിങ്ങൾ ഇയാളെ എന്തിനു വിളിച്ചുകൊണ്ട് വന്നെന്ന് വിചാരിക്കുക. അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് 5 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കാനാണ്. ഇവരെന്തിനു മെനക്കെട്ടു, ഇവരും വിചാരിക്കും എന്തിനു മെനക്കെട്ടത് എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ എങ്ങോട്ടും പോകാറില്ല. ഞാൻ പത്തനാപുരത്താണ് വിട്ട് പുറത്തേക്ക് ഒരു പരിപാടിക്കും പോകുന്ന ആളല്ല. എങ്കിൽ പോലും എന്നെ ആദ്യമേ തന്നെ നമ്മുടെ ഷിജു പടിഞ്ഞാറ്റിൻകരയും എല്ലാം കൂടെ ചേർന്ന് ഒരു വട്ടം ഇട്ട് പിടിപിടിച്ചു. വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ആദ്യം ഷിജുവാണ് എൻ്റെ ഒരു പിടുത്തക്കാരൻ, പിന്നെ വിടൂല. ഷിജു പടിഞ്ഞാറ്റിൻകര വെച്ചപടി സാറിനെയും കൊണ്ടേ പോകൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് വരാൻ തീരുമാനിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. വന്നപ്പോൾ അതിലധികം സന്തോഷമാണ്. നിങ്ങളെല്ലാവരും ഒന്നിച്ച് കണ്ടു, ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നന്മ വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ പഠിച്ച് മിടുക്കരായി വലിയ നിലയിൽ വലിയ വലിയ പദവികൾ ലോകത്തിന് എവിടെ ഇരിക്കുമ്പോൾ
ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്, എൻ്റെ അച്ഛനും അപ്പൂപ്പനും കൊട്ടാരക്കരക്കാരനായിരുന്നു, ഞാനൊരു കൊട്ടാരക്കരക്കാരിയാണ് എന്ന് അഭിമാനത്തോടെ പറയത്തക്ക രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണം. ഞാനൊരു മലയാളിയാണെന്ന് പറയാം, ഞാനൊരു അഭിമാനത്തോടെ പറയാൻ കഴിയണം. അത് നമ്മൾ അഭിമാനി, ഒരു തെറ്റുമില്ല. ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയാം, ഞാനൊരു മലയാളിയാണെന്ന് പറയാം, ഞാൻ കൊട്ടാരക്കരക്കാരനാണ്, ഒരു പത്തനാപുരത്തുകാരനാണെന്ന് പറയാം. നമ്മളെ മക്കൾ അഭിമാനത്തോട് പറയണം. നമുക്കൊരു കുറവുള്ള ആളുകളല്ല, നമ്മുടെ നാടിന് യാതൊരു കുറവുമില്ല. നമ്മുടെ നാടിന് എങ്ങുമില്ലാത്ത ഒരു ഗുണമുണ്ട്, ഒരു സ്നേഹമുണ്ട്, മതസൗഹാർദ്ദമുണ്ട്, മതേതരത്വമുണ്ട്. അത് നശിക്കാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ.